ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ സൈനിക സഖ്യം മിഡിൽ ഈസ്റ്റിൽ രൂപപ്പെടുകയാണ്. ഒരു വശത്ത് പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ, മറുവശത്ത് സൗദിയുടെയും ഖത്തറിന്റെയും ശതകോടികൾ, ഒപ്പം തുർക്കിയുടെ അത്യാധുനിക യുദ്ധ സാങ്കേതികവിദ്യയും. ഇതിനെ പലരും വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക് നാറ്റോ എന്നാണ്. എന്താണ് ഈ നീക്കത്തിന് പിന്നിൽ? ഇത് ഇന്ത്യക്ക് ഭീഷണിയാണോ? നോക്കാം. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെതിരെ നടത്തുന്ന യുദ്ധം മിഡിൽ ഈസ്റ്റിലെ സുരക്ഷാ സമവാക്യങ്ങൾ ആകെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് പാകിസ്ഥാൻ, സൗദി അറേബ്യ, ഖത്തർ, തുർക്കി എന്നീ 4 രാജ്യങ്ങൾ കൈകോർക്കുന്നത്. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് തന്നെയാണ് ഈ വമ്പൻ സഖ്യത്തെക്കുറിച്ചുള്ള സൂചന നൽകിയത്. പാകിസ്ഥാനും സൗദിയും തമ്മിലുള്ള നിലവിലെ പ്രതിരോധ കരാറിലേക്ക് ഖത്തറും തുർക്കിയും കൂടി ചേരാനുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. ഈ സഖ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലെ ഒരു നിബന്ധനയാണ്. അതായത് ഈ 4 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനു നേരെ ആക്രമണമുണ്ടായാൽ അത് 4 രാജ്യങ്ങളെയും ആക്രമിച്ചതിന് തുല്യമായി കണക്കാക്കും. നാറ്റോ സഖ്യത്തിലെ ആർട്ടിക്കിൾ 5 മോഡലിലാണ് ഈ വ്യവസ്ഥ ഒരുങ്ങുന്നത്. ഇതുവരെ അമേരിക്കയെ വിശ്വസിച്ചിരുന്ന പല രാജ്യങ്ങളും ഇപ്പോൾ അമേരിക്കൻ താൽപ്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കപ്പെടുന്നത് കണ്ടപ്പോഴാണ് സ്വന്തമായി ഒരു പ്രതിരോധ കവചം തീർക്കാൻ തീരുമാനിച്ചത്. തുർക്കിയുടെ വരവ് ഈ സഖ്യത്തിന്റെ കരുത്ത് ഇരട്ടിയാക്കും. കാരണം തുർക്കി വെറുമൊരു രാജ്യമല്ല, അവർ നിലവിൽ നാറ്റോയിലെ 2ാമത്തെ വലിയ സൈനിക ശക്തിയാണ്. അത്യാധുനിക ഡ്രോണുകളും ആയുധങ്ങളും നിർമ്മിക്കുന്നതിൽ അവർ മുന്നിലാണ്. 2025 ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തുർക്കി പാകിസ്ഥാനെ സഹായിച്ചത് ഇന്ത്യ വളരെ ഗൗരവത്തോടെയാണ് കണ്ടത്. അതുകൊണ്ടുതന്നെ തുർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ചങ്ങാത്തം ഇന്ത്യയ്ക്ക് ഒട്ടും ഗുണകരമല്ല. ഇന്ത്യൻ വ്യോമസേനയിലെ മുൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ ഈ ഇസ്ലാമിക് നാറ്റോ ഇന്ത്യയ്ക്ക് വലിയ സുരക്ഷാ ഭീഷണി ഉയർത്തും. പാകിസ്ഥാനും തുർക്കിയും ഒന്നിക്കുമ്പോൾ കശ്മീർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അത് വലിയ നയതന്ത്ര വെല്ലുവിളിയാകും. ഇത് തടയാൻ ഇന്ത്യ ഇപ്പോൾ തന്നെ ചില കരുനീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇസ്രയേലുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം തുർക്കിയുടെ എതിരാളികളായ ഗ്രീസുമായും സൈപ്രസുമായും ഇന്ത്യ വലിയ പ്രതിരോധ കരാറുകളിൽ ഏർപ്പെടുകയാണ്. മിഡിൽ ഈസ്റ്റിലെ ഈ പുതിയ സൈനിക അച്ചുതണ്ട് ലോകത്തെ മറ്റൊരു ശീതയുദ്ധത്തിലേക്ക് നയിക്കുമോ? ഈ സഖ്യത്തെ നേരിടാൻ ഇന്ത്യ സ്വീകരിക്കുന്ന തന്ത്രങ്ങൾ ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ പ്രതിരോധ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.